ഹായ് ഫ്രണ്ട്സ്, പവിത്ര എന്ന സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് നമ്മുടെ വിക്രം തിരിച്ചു വരികയാണ് കേട്ടോ. എന്താ ആരും ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങാനാടാ? നീ വേദയെ കൊണ്ടുവിട്ടത് എങ്ങോട്ടാണെന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. ആര്, ഏട്ടത്തിയോ? ഞാനല്ല, നമ്മുടെ അമ്മ. അത് പിന്നെ മോനെ, വലിയ വീട്ടിലെ കുട്ടിയല്ലേടാ. അതാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ളവരൊന്നും നമ്മുടെ വീട്ടുമുറ്റത്ത് കിടന്ന് കഷ്ടപ്പെടേണ്ടവരല്ല. അതുകൊണ്ട് അവളെ എന്തു ചെയ്തു? അവളെ ഏറ്റവും നല്ലൊരു സ്ഥലത്ത് തന്നെ ഞാൻ എത്തിച്ചത്. എങ്കിലത് മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും എന്ന് പറയട്ടോ നന്ദിനി. അതമ്മേ, അവൾക്ക് താലി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭ്രാന്തല്ലേ? അതുകൊണ്ട് വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ എന്ന് പറയണേ. അവളുടെ വീട്ടിൽ തന്നെ കൊണ്ടാക്കി. ഇനി ആ കാര്യത്തിൽ ആരും പേടിക്കണ്ട. പ്രത്യേകിച്ചും കുടുംബനാഥനായ സുധാകരൻ മാഷ് അമ്മ എണീക്കുമ്പോൾ ഒന്ന് സൂചിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് വിക്രം കിടക്കാൻ പോവാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ വിക്രമാണെങ്കിൽ എണീക്കുമ്പോൾ തന്നെ ജനാലയുടെ അടുത്ത് പോയിട്ട് ജനാല തുറന്ന് നോക്കുകയാണേ, വേദ ഇരുന്ന സ്ഥലത്തേക്ക്. പിന്നെ വേദയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഗുണ്ടകളുടെ അടുത്തേക്ക് പോയതും വേദ അവിടെ ഇരുന്ന് മഴ നനഞ്ഞതും പിന്നെ വേദയുടെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് വിട്ടതും. ആ സമയത്താണ് നമ്മുടെ രാധ വരുന്നത്. കയ്യിലൊരു സ്വീറ്റ്സിന്റെ പെട്ടിയുണ്ട്. എനിക്ക് ആദ്യം അറിയായിരുന്നു ഇതിങ്ങനെയൊക്കെ വരുള്ളൂ എന്ന്. എനിക്ക് വിക്രമേട്ടന് വിശ്വാസാ. ഒരു സന്തോഷ വർത്താനം കേൾക്കുമ്പോൾ എങ്ങനെയാ വെറും കൈയോടെ വരുന്നത്? അപ്പോൾ രാവിലെ തന്നെ ശ്രീധരേട്ടന്റെ കട തുറപ്പിച്ചിട്ട് ഒരു സ്വീറ്റ്സ് ബോക്സും കൊണ്ടാ വരുന്നത്. ഇത്തരം സന്തോഷ വാർത്തകൾ കേട്ടാൽ സെലിബ്രേറ്റ് ചെയ്യാതിരുന്നാൽ എങ്ങനാ? ദാ ഈ സ്വീറ്റ്സ് ചേട്ടത്തി എടുക്ക്. എനിക്ക് വേണ്ട രാധേ. അപ്പൊ നന്ദിനി വരികയാണേ. എനിക്ക് ഏതായാലും ഒരെണ്ണം വേണം. നന്ദിനി അടുത്ത് രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര തുള്ളിച്ചാട്ടായിരുന്നു. വിക്രമേട്ടനെ കുറിച്ച് അമ്മയ്ക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇപ്പൊ അതേതായാലും മാറിക്കിട്ടി. അപ്പൊ ശ്രീജ ചോദിക്കുന്നുണ്ട്, നന്ദിനി രാവിലെ വിളിച്ച് എന്തു പറഞ്ഞെന്നാ? അതോ വേദ പോയ കാര്യം? ആ കാര്യ പറഞ്ഞത്. അപ്പോഴേക്കും വിളിച്ചു പറഞ്ഞോ? നുണയല്ലല്ലോ, ഉള്ള കാര്യല്ലേ ഞാൻ പറഞ്ഞത്. ദേ വിക്രമേട്ട, ഇതിൽ നിന്ന് ഒരു ലഡു എടുത്ത് കഴിച്ചേ. നിന്നോട് വിടാനാ പറഞ്ഞത് എന്ന് പറയുമ്പോ രാധ വിക്രമിന്റെ കയ്യിലെ മുറിവ് കാണാണേ. അയ്യോ, നല്ലവണ്ണം മുറിഞ്ഞിട്ടുണ്ടല്ലോ. ശ്രീജേടത്തി ഒന്ന് നോക്കിക്കേ. വാ വിക്രമേട്ട, നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാ. നിന്നോട് വിടാനാ ഞാൻ പറഞ്ഞത്. എന്തൊരു ശല്യം ഇത്! ഒരു വേതാളത്തെ പറഞ്ഞു വിട്ടപ്പോഴേക്കും അടുത്തതിതാ. ഒന്ന് എണീറ്റ് പോകുന്നുണ്ടോ? ആ മുറിവ് സ്റ്റിച്ചിട്ടില്ലെങ്കിൽ അഴുക്കുമെന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞേ എന്ന് പറയട്ടോ രാധ. ചേട്ടത്തി, ഇന്നലെ ഞാൻ ഒരു വക കഴിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടാക്കിത്താ. ഞാൻ ദോശ ഉണ്ടാക്കിത്തരാം. എങ്കിൽ പിന്നെ ഞാൻ വിക്രമേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം എന്ന് പറയട്ടോ രാധ. ഇവിടെ നിന്ന് പോയ വേദ ഇനി തിരിച്ചു വരുമോ ആവോ? നോ ചാൻസ് എന്ന് പറയട്ടോ വിക്രം. അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോവാണേ. അപ്പൊ നന്ദിനി പറയുന്നുണ്ട്, അടിച്ചല്ല ചാൻസ്, എങ്കിൽ അതിന് പകരമായിട്ട് ഈ സ്വീറ്റ്സ് ബോക്സ് എനിക്ക് തന്നേക്ക് പറഞ്ഞിട്ട് അതെടുത്തിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ശ്രീജ വന്ന് രാധയോട് പറയുന്നുണ്ട്, അത്രയ്ക്ക് സന്തോഷിക്കണ്ട. കഥയിലെ വേതാളം ഒരിക്കലും വിക്രമാദിത്യനെ വിട്ടു പോയിട്ടില്ല എന്ന് പറയുമ്പോ എന്ന് പറയണേ. പിന്നീട് നമ്മുടെ വേദയും മുത്തശ്ശിയും കൂടെ അമ്പലത്തിൽ പോയിട്ട് ഗണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അയാൾ പറയുന്നുണ്ട്, ഉമാമഹേശ്വര സന്നിധിയിൽ തുലാമാസത്തിലെ 30 വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഈശ്വരന്റെ നിശ്ചയം അച്ചട്ടായിരിക്കും. താലി കെട്ടിയ പുരുഷന്റെയും വേദയുടെയും നക്ഷത്രം വെച്ച് നോക്കുമ്പോൾ 10ൽ 8 പൊരുത്തം കാണുന്നുണ്ട്. പക്ഷെ അയാൾക്കിപ്പോ കുറച്ച് ദോഷം സമയാന്ന് പറയുമ്പോൾ വേദയുടെ മുഖം വല്ലാണ്ടാവുന്നുണ്ടേ. ഏറ്റവും നല്ല ദാമ്പത്യമായിരിക്കും കുട്ടി അനുഭവിക്കാൻ പോകുന്നത്. എന്താ സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേദ ഒന്നും മിണ്ടാതിരിക്കുക കേട്ടോ. ഇതാ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഭഗവാന് ചാർത്തിയ കൂവളമാലയാ. അതിൽ നിന്ന് ഒരു ഇല എടുത്തിട്ട് നന്നായി പ്രാർത്ഥിച്ച് ആ നിലവിളക്കിന്റെ മുന്നിലേക്ക് ഇട്ടോളൂ. ഇവ നിശ്ചയം അച്ചട്ടായിരിക്കും എന്ന് പറയാട്ടോ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ഇല എടുത്ത് പ്രാർത്ഥിച്ചിട്. അതുപോലെ ചെയ്യാണ് നമ്മുടെ വേദ. ഈശ്വരൻ എന്തു പറഞ്ഞു? പോണെന്ന് തന്നെയാ. നന്നായി വരട്ടെ എന്ന് പറയുന്നുണ്ടേ പൂജാരി. അങ്ങനെ വേദ പോയിട്ട് വണ്ടിയിൽ നിന്ന് ബാഗൊക്കെ എടുക്കുകയാണേ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, ഞാൻ കൊണ്ടുവിടണോ? വേണ്ട മുത്തശ്ശി, ഞാൻ പൊക്കോളാം. ആ ബാഗിൽ ഞാനൊരു ഫോൺ വെച്ചിട്ടുണ്ട്. മോൾക്ക് എന്ത് ആപത്ത് വന്നാലും എന്നെ വിളിക്കണം. വിളിക്കാം മുത്തശ്ശി. മോൾക്ക് ആ വീട്ടിൽ ഒരു അപകടവും ഉണ്ടാവാൻ പോകുന്നില്ല. എന്ത് അപകടം വന്നാലും അവരെല്ലാരും കൂടി മോളെ രക്ഷിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് കേട്ടോ വിടുന്നത്. അങ്ങനെ ശ്രീജ ദോശ ചുട്ടു കൊടുക്കുന്നുണ്ട്. വിക്രമും നന്ദിനിയും ഒക്കെ കഴിക്കുകയാണേ. രാധയാണെങ്കിൽ കാന്താരി ചമ്മന്തിയും കൊണ്ടിങ്ങനെ നടക്കുക കേട്ടോ. എങ്കിലും എൻ്റെ രാധേ, നിന്റെ കാന്താരി ചമ്മന്തി 2 ദോശ കൂടുതൽ തിന്നാനേ തോന്നൂ. വിക്രമിന്റെ ഒരു ഭാഗ്യം എന്ന് പറയട്ടോ നന്ദിനി. അതെന്താ, ഇവൾ ഓട്ടോ ഓടിക്കൽ നിർത്തിയിട്ട് ഇവിടുത്തെ അടുക്കളക്കാരിയാവാൻ പോവാണോ എന്ന് ചോദിക്കാട്ടോ വിക്രം. അതെ, അങ്ങനെയുള്ള ഒരു അവസരം വിക്രമേട്ടനും ചേട്ടത്തിമാരും കൂടി ഉണ്ടാക്കി തന്നാൽ മതി. ഇതാ ഈ കാന്താരി ചട്നി ഒന്ന് കൂട്ടി നോക്ക്. കൊണ്ടുപോടുന്ന്. ശ്രീജേടത്തി, അമ്മ ഉണ്ടാക്കിയ ചട്നി എന്തേ? ദാ ഇപ്പം എടുത്തു തരാലോ എന്ന് പറഞ്ഞ് ശ്രീജ എടുത്തു കൊടുക്കുന്നുണ്ടേ.
ഞാനൊരു കാര്യം പറഞ്ഞാൽ ആരും സീരിയസ് ആയിട്ട് എടുക്കില്ലല്ലോ. ശ്രീജേടത്തി അതെ, അമ്മ അതെ. എന്താണാവോ ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാത്ത കാര്യം? എന്റെയും വിക്രമേട്ടന്റെയും കല്യാണക്കാര്യം നിങ്ങൾക്ക് കാര്യം അറിയാലോ. പിന്നെന്താ അച്ഛനോട് പറഞ്ഞ് അതൊന്ന് സമ്മതിപ്പിച്ചെടുത്താൽ നമ്മൾ 3 പേരും അന്യ വീട്ടിൽ നിന്ന് വന്നവരല്ലേ. അപ്പോൾ ഒരു ഒത്തൊരുമയൊക്കെ വേണ്ടേ. അബദ്ധത്തിൽ താലി കെട്ടിയ ആളങ്ങ് പോയി. എന്റെ കാര്യം ഇനിയെങ്കിലും സീരിയസ് ആയിട്ട് എടുക്ക് വിക്രമേട്ട. എന്റെ ചേട്ടത്തി ഇതിന്റെ വായടക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് വിക്രം ആ പ്ലേറ്റുമായി പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ശ്രീജ രാധയോട് പറയുന്നുണ്ട്, അവൻ അങ്ങനെ ഒരു തോന്നലില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ രാധ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്? അതൊക്കെ വെറുതെ തോന്നുന്നതാ എടുത്തി. അല്ലെങ്കിൽ പിന്നെ രാധ ഇത്ര കാലമായിട്ട് പിന്നാലെ നടന്നിട്ട് വിക്രമും നോ പറഞ്ഞില്ലല്ലോ. അതെ അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് നന്ദിനിയടത്തി എന്ന് പറയട്ടോ രാധ. എന്നിട്ട് രാധ പറയുന്നുണ്ട്, ആ മനസ്സിലേ എനിക്കൊരു സ്ഥാനമുണ്ട്, അവിടെ കയറിയിരിക്കാനേ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കമല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചട്നി എടുത്ത് പുറത്തേക്ക് പോവാണേ. ഇതാ വിക്രമേട്ട ചട്നി. നിന്നോടാരടി ചട്നി ചോദിച്ചേ? എൻ്റെ മനസ്സിൽ നീയല്ല വേറൊരു പെണ്ണുമില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. എനിക്ക് ഈ ആണുങ്ങളെ തീരെ വിശ്വാസമില്ല. ഈ വിക്രമേട്ട എന്നെ തന്നെ മോഹിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ വേദയുടെ എൻട്രി ആണേ. വേദ ഒരു ബാഗൊക്കെ പിടിച്ചിങ്ങനെ വരികയാണ്. അപ്പോൾ തന്നെ വിക്രമിൻ്റെ കയ്യിലുള്ള ഗ്ലാസ്സൊക്കെ വീണ് വെള്ളമൊക്കെ പോവാണ് കേട്ടോ താഴെ. വേദ ആ ബാഗും കൊണ്ട് വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ വിക്രമിനെ ഒന്ന് ജസ്റ്റ് തട്ടിയിട്ടൊക്കെയാണ് കേട്ടോ വരുന്നത്. എടി നീ നിന്റെ വീട്ടിലേക്ക് പോ, എൻ്റെ വീട്ടിലേക്ക് തന്നെയാ ഞാൻ വന്നത്, ഇത് നിന്റെ വീടല്ല എന്ന് പറയട്ടോ രാധ. അത് പറയാൻ നീ ആരാ? നിനക്കെന്താ അവകാശം എന്ന് ചോദിക്കുമ്പോൾ, ഞാനേ ഈ വീടിൻ്റെ മരുമകളാകാൻ പോകുന്ന പെൺകുട്ടിയാ. മരുമകളാകാനല്ലേ പോകുന്നത്, മരുമകളായ പെൺകുട്ടിയാ എന്ന് പറയട്ടോ വേദ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്ക്, നീ എങ്ങനെ മരുമകളായെന്നാ? അത് ഇനിയും എൻ്റെ ഭർത്താവിന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് വേദ അവിടെ ഇരിക്കുകയാണേ. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണം, അല്ലാതെ പുറത്തു നിന്ന് ഒരാളോടൊക്കെ പറയുന്നത് അത്ര ശരിയുള്ള ഏർപ്പാടല്ല എന്ന് പറയുമ്പോൾ രാധ കരഞ്ഞുകൊണ്ട് ഓട്ടോയിൽ കയറി പോവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.